കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3 അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നുമെന്നും സുസ്ഥർഗനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അതെക്കാലവും എല്ലാറ്റിനും ഉപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കെരുബുകളുടെ മേൽ ഇരുന്ന് അഗാധങ്ങളെ വീക്ഷിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നേക്ക് സ്തുതിക്കപ്പെടുകയും അത്യധികം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്വർഗത്തിൻ്റെ ഭൂമിയുടെ നാഥനായ പിതാവിനെ നമുക്ക് സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദാനിയേൽ പ്രവാചകൻ്റെ ഈ പുസ്തകത്തിലെ വചനങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം വായിക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയൊക്കെ ചെയ്താൽ നമ്മളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ദൈവത്തെ നാം ആരാധിക്കേണ്ടിയിരിക്കുകയല്ലേ? നാം ഇന്ന് പിതാവായ ദൈവത്തെ ആരാധിച്ചിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടും എല്ലാ ധ്യാനകേന്ദ്രങ്ങളിൽ പോയി ധ്യാനം കൂടിയിട്ടും ദൈവാത്മാവ് നമ്മളിൽ നിറയുന്നില്ല എന്ന് പരാതി പറയുന്ന പരാതിക്കാരായല്ലേ നമ്മൾ മാറുന്നത്? പ്രിയപ്പെട്ടവരെ, യേശു അപ്പച്ചന് കഴിയാത്ത യാതൊന്നും ഈ ഭൂമിയിലില്ല. നമ്മളത് അനുഭവിച്ചറിയണം. നമ്മൾ യേശുവിൻ്റെ മക്കളല്ലേ? യേശുവിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ടവരാണ്, ബഹുമാനീയരാണ്. നമ്മൾ യേശുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ അവകാശികളായി നമ്മൾ മുന്നോട്ട് നീങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവ് എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? യേശുപ്പച്ചൻ എന്താ പറയുന്നത്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നല്ല മാതൃകയല്ലേ യേശു കാണിച്ചു തന്നത്? യേശു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ പറയുന്നത്? നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്തെല്ലാം ആപത്തനർത്ഥങ്ങളാണ് ഭൂമിയിൽ വരാനിരിക്കുന്നതും വരുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും. ഇവയിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ പ്രാപിക്കണ്ടേ? നമുക്ക് ദൈവത്തിൻ്റെ നിത്യജീവൻ അവകാശികളാകണ്ടേ? അതിനെന്താ നാം ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കുക. നമുക്ക് രോഗങ്ങളോ പീഡകളോ സഹനങ്ങളോ കടബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നു. സഹനങ്ങളില്ലാത്തടത്ത് ദൈവമില്ല. പ്രിയപ്പെട്ടവരെ, സഹനങ്ങളിലൂടെയാണ് നമ്മെ സംരക്ഷിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു മുള്ളെന്നിലുണ്ടായിരുന്നു, ഞാൻ ആ മുള്ളിന് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷേ അതൊഴിഞ്ഞു പോയില്ല. കർത്താവ് പറഞ്ഞ് നിനക്കെൻ്റെ കൃപ മതിയെന്ന്. അതേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല എന്നിൽ നിന്ന് പുറപ്പെടുന്ന, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ്. അപ്പോൾ ആ തിന്മ എന്നിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ എന്നിൽ കുടികൊള്ളുന്ന പാവമാണ് അതെന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിൽ കുടികൊള്ളുന്ന പാപത്തെ നമ്മൾ പൂർണ്ണമായി വെറുത്തുപേക്ഷിച്ച് നമ്മൾ പരിശുദ്ധിയിലും വിശുദ്ധിയിലും യേശുവിനെ ആരാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യേശുപ്പച്ചൻ നമുക്ക് വേണ്ടതെല്ലാം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ സമസ്ത മാലാഖമാരും ദൂതന്മാരും സ്വർഗത്തിൻ്റെ ദൂതഗണങ്ങളും സ്വർഗത്തിൽ വസിക്കുന്നവരെല്ലാം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിന് വേണ്ടി നടന്നാൽ മതി. യേശു നമുക്ക് വേണ്ടി നടന്നുകൊള്ളും. നമുക്ക് വേണ്ടി യേശു പൊരുതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ സ്വർഗീയ അപ്പച്ചൻ്റെ മക്കളായി മാറണം. നമ്മൾ യേശുവിൻ്റെ മക്കളാകണം. പ്രിയപ്പെട്ടവരെ, പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കുത്തുകൾ വരും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? യേശുവിൻ്റെ പൊന്മുഖം നോക്കണം. യേശുവിൻ്റെ പൊന്മുഖം നോക്കുമ്പോൾ നമ്മൾ പ്രകാശിതരായി മാറും. ആ പ്രകാശം നമ്മളുടെ മുഖത്ത് നിറയും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം പ്രസന്നമായി മാറും. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ജീവിക്കാം, യേശുവിൻ്റെ സ്നേഹത്തിൽ വളരാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ യേശുവിൻ്റെ മക്കളാണെങ്കിൽ യേശുവിൻ്റെ അവകാശികളാണ്. ആ അവകാശ ബോധ്യത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നന്മകൾ വന്ന് നിറയും.
അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ആ അവകാശ ബോധ്യത്തോട് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി, വേദന അനുഭവിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വേദന അനുഭവിക്കുന്ന സകല ജനത്തിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, കടബാധ്യതയുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഭവനമില്ലാത്ത എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ, രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പിതാവെ, ഇപ്പോൾ പ്രാർത്ഥന പ്രത്യേക ആവശ്യമുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന യോജിച്ചിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ, അവരെ എല്ലാം അനുഗ്രഹിക്കണമേ. കർത്താവെ, പ്രത്യേകമായി ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു. കർത്താവെ, കിഡ്നിയുടെ രോഗമുള്ള അവസ്ഥയിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, യൂറിൻ ഇൻഫെക്ഷനുള്ള മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, മൂത്രത്തിൽ കല്ലുള്ള മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ മേലിരിക്കുവാൻ തക്കവിധം കർത്താവിൻ്റെ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെല്ലാം മൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.